എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് 200 ഗ്രാം ഇഞ്ചി എടുത്ത് അതിനെ കഴുകി വൃത്തിയാക്കി ഒരേ വലുപ്പത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണിത്. നാളികേരം 50 ഗ്രാം എടുത്തു. പിന്നെ ഒരു പച്ചമുളകും 2 ശർക്കരയും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രൗൺ കളർ ആയിട്ട് വേണം നമുക്കത് എടുക്കാൻ. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. നാളികേരം പാകത്തിനായി വന്നു. അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മൾ വറുത്ത് വെച്ച നാളികേരവും ഇഞ്ചിയും മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽമുളക് ഇട്ടു. അതിനുശേഷം കറിവേപ്പിലയും ഇട്ടു. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ടു. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇനി നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ച് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എടുത്തു വെച്ചിരിക്കുന്ന 2 ശർക്കര കൂടെ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഇനി ഇത് തിളച്ച് വന്നപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നാളികേരവും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുറുകി വരണം. അതിനായി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം പാകമായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ പാകമായി. ഇതാണ് അതിൻ്റെ ഒരു പാകം. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി വന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റി. ഇഞ്ചിക്കറി 101 കറിക്ക് സമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഇഞ്ചിക്കറിയാണ്. ഇതിനു മുമ്പ് പുളിയിഞ്ചി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയും രുചിയുടെ കാര്യത്തിൽ വ്യത്യസ്തമാണ്. അപ്പോൾ രണ്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.